ഹായ്. അപ്പോൾ ഒരു RX100 ആണ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത്. എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ബ്രംബോയുടെ ഹൈഡ്രോളിക് ക്ലച്ചും ബ്രംബോയുടെ മാസ്റ്റർ സിലിണ്ടറൊക്കെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഫ്രണ്ടിൽ ഡ്യുവൽ ഡിസ്ക് വരുന്നുണ്ട്. അപ്പോൾ വണ്ടി നമ്മൾ കൊണ്ടുവന്നത് ബാംഗ്ലൂർ പോയി എടുത്തിട്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ വണ്ടിയുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ബാംഗ്ലൂർ വണ്ടി കൊണ്ട് കൊടുക്കും. അപ്പോൾ 2 ദിവസത്തിനകത്ത് പോവും. നൈറ്റ് ആണ് റൈഡ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ സ്റ്റോക്ക് ഹെഡ്ലൈറ്റിൽ വരുന്ന വെട്ടം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് രാത്രി വണ്ടി ഓടിക്കാൻ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ ചെറിയൊരു ബഡ്ജറ്റിൽ നമ്മൾ ആമസോണിൽ നിന്ന് ഒരു ഫോഗ് ലാമ്പ് ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഈ വണ്ടിയിൽ നമുക്കൊന്ന് ഫിക്സ് ചെയ്യാം. എങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലോട്ട് പോകും. ബോക്സ് തുറക്കുമ്പോൾ ആദ്യം നമുക്കൊരു സ്വിച്ച് കിട്ടി. അതിനിപ്പോൾ വേറൊരു ബോക്സ് കിട്ടി. ഇനി ഒന്നുമില്ല. നമ്മുടെ ഫോഗ് ലാമ്പ് ഷാർപ്പ് ഐസ് എന്നാണ് ഒരു കമ്പനിയുടെ പേര്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലാമ്പും അതിൻ്റെ നെട്ടും ബോൾട്ടൊക്കെ ഇതിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കുഞ്ഞൻ ഫോഗ് ലാമ്പ്. അപ്പോൾ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 9 LED ബൾബാണ് വരുന്നത്. വൈറ്റ് കളറാണ്. ഈ ബോക്സിലും സെയിം ആണ്. അതിനുള്ള ക്ലാമ്പ് ഇവിടെ ഉണ്ട്. നമ്മുടെ ലൈറ്റ് ഇതായിരിക്കുന്നു. ഇനി നമുക്കിത് നമ്മുടെ ബൈക്കിലോട്ടൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൻ്റെ വെട്ടവും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അതിന് മുമ്പ് നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഡയറക്റ്റ് ബാറ്ററി കൊടുത്തിട്ട് ഇതിൻ്റെ വെട്ടം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വേറെ അടുത്ത് പോകണ്ടല്ലോ, നമുക്ക് നമ്മുടെ ബാറ്ററി തന്നെ ഒന്ന് കൊടുക്കുക. കൊള്ളാല്ലേ? സാധനം കൊള്ളാൻ കുഴപ്പമില്ല. നമുക്ക് കൊടുക്കുന്ന ആ പൈസക്കുള്ള ഒരു വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പകലായപ്പോ തന്നെ ഇത്രയും നല്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. രണ്ടാമത്തെ ബൾബ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതും കൊള്ളാം, നല്ല വെട്ടം. ഇനി നമുക്ക് നേരെ ഇതിനെ നമ്മുടെ ബൈക്കിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. സ്വിച്ച് ഹാൻഡിൽ വയ്ക്കാൻ സിമ്പിളാണ്, എല്ലാവർക്കും അറിയാലോ. സ്വിച്ചിന്റെ പുറകെ 2 സ്ക്രൂ ഉണ്ട്, അത് ഇളക്കുക. അപ്പോൾ ആ സാഡിൽ ക്ലാമ്പിനെ ഹാൻഡിലിന് അടിയിലാക്കിയിട്ട് തിരിച്ച് വെച്ച് സ്ക്രൂ ചെയ്താൽ മതി. സ്വിച്ച് വയ്ക്കാൻ സിമ്പിളാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സ്വിച്ച് ഹാൻഡിൽ വയ്ക്കുന്ന പരിപാടി ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് ആ ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്യാനുള്ള ക്ലാമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ആ ഫോഗ് ലാമ്പിൻ്റെ ക്ലാമ്പ് നമ്മൾ നമ്പർ പ്ലേറ്റിൽ ഹോൾ ചെയ്തിട്ട് നെട്ടും ബോൾട്ടും ഇട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ RXൻ്റെ ഫ്രണ്ടിൽ വേറെ ഇത് വെക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നമ്പർ പ്ലേറ്റിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ള വെട്ടവും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. നമുക്കൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ 2 ഫോഗ് ലാമ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ നമുക്കിതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെഡ്ലൈറ്റ് ഒന്ന് അയച്ചെടുക്കാം. അപ്പോൾ താൽക്കാലികമായിട്ട് ഫോഗ് സെറ്റ് ചെയ്യണമുണ്ട്. നമ്മളതിൻ്റെ വയർ നല്ല രീതിയിൽ നീളം കൂട്ടി എടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ ആ മാസ്കിനകത്ത് എത്താൻ കണക്കിന് നീളം കൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയർ ഇതിൻ്റെ പുറത്തൂടെ കയറ്റി നമ്മുടെ ഈ ഹെഡ്ലൈറ്റിൻ്റെ കപ്പിനകത്തോട്ട് എടുക്കാം. അപ്പോൾ വയർ നമുക്ക് നമ്പർ പ്ലേറ്റിൻ്റെ പുറകിൽ കൂടെ ഹെഡ്ലൈറ്റിൻ്റെ കപ്പിനകത്തോട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ആ 2 വയർ ഹെഡ്ലൈറ്റ് കപ്പിനകത്തൂടെ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പോസിറ്റീവും കൂടെ നമ്മൾ ജോയിൻ ചെയ്യണം. അപ്പോൾ പോസിറ്റീവും കൂടെ നമുക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ പോസിറ്റീവും ജോയിൻ ചെയ്തു. എന്നിട്ട് ബാക്കി വരുന്ന 2 നെഗറ്റീവിൻ്റെ വയർ നമ്മളതിൽ അതേപോലെ ജോയിൻ ചെയ്യാം. പോസിറ്റീവ് എങ്ങനെ കൊടുത്തു അതേപോലെ നെഗറ്റീവും ജോയിൻ ചെയ്യും. വയർ നമ്മൾ ഇത്തിരി നീളം കൂട്ടി വെറുതെ എടുത്തെന്നുള്ളൂ കേട്ടോ. വയർ ഒരുപാട് കിടന്നുണ്ടേ, അതിപ്പോൾ അതിൻ്റെ അകത്തും കിട്ടാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഫോഗ് ലാമ്പിൻ്റെ നമ്മൾ നെഗറ്റീവ് ജോയിൻ ചെയ്തില്ലേ, അതിൽ നമ്മൾ വയറിംഗ് കിറ്റ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും വണ്ടിയുടെ നെഗറ്റീവ് കണക്ഷൻ വരുന്നത് ബ്ലാക്കാണ്. അപ്പോൾ ഈ ബ്ലാക്കിൽ നമുക്ക് ആ നെഗറ്റീവ് കൊടുക്കാം.
അപ്പോൾ വണ്ടിയുടെ നെഗറ്റീവിൻ്റെ വയർ നമ്മൾ ഫോഗ് ലാമ്പിൻ്റെ നെഗറ്റീവിൻ്റെ വയർ നമ്മൾ ജോയിൻ്റ് ചെയ്ത് വെച്ചില്ലേ. അപ്പോൾ നമ്മൾ വണ്ടിയുടെ വയറിംഗ് കിറ്റിൻ്റെ എർത്ത് എന്ന് പറയുന്നത്, അതായത് നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ വരുന്ന ബ്ലാക്ക് വയറാണ്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. അപ്പോൾ അതിൽ നമുക്ക് ആ നെഗറ്റീവ് ജോയിൻ ചെയ്തിട്ട് ഈ പിന്നിനകത്തോട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം. ആ ഫീമെയിൽ പോർട്ടിനകത്തോട്ട് മെയിൽ പോർട്ട് ഇറക്കി വയ്ക്കാം. അപ്പോൾ അത് സെറ്റായി. ഇനി നമുക്ക് കൊടുക്കേണ്ടത് പോസിറ്റീവിൻ്റെ കണക്ഷനാണ്. അപ്പോൾ വണ്ടിയുടെ വയറിംഗ് കിറ്റിൽ തന്നെ വണ്ടിയുടെ ഒരു പോസിറ്റീവ് വരുന്നുണ്ട്. അതായത് ഇതിലെപ്പോഴും കറണ്ട് വന്ന ശേഷം നമ്മൾ, അതായത് കീ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ നമുക്ക് ആ ഒരു പോസിറ്റീവ് കറണ്ട് ഇതിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആ 2 ഫോഗിൻ്റെയും കൂടെ പോസിറ്റീവ് വയർ നമുക്ക് ഇതിലോട്ട് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ ആ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ വണ്ടിയുടെ കീ ഇപ്പോൾ ഓണാണ്. കീ ഞാൻ ഓഫാക്കി കാണിച്ചു തരാം. കൊടുത്തോണ്ടോ ആണോ? കീ ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ലൈറ്റ് ഓഫ് ആവും. അപ്പോൾ നമ്മളിത് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ കീ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഫോഗും കൂടെ ഓണായി കിടക്കും. അപ്പോൾ അതിന് പകരം നമ്മൾ സെപ്പറേറ്റ് ആദ്യമേ സ്വിച്ച് വെച്ചല്ലോ. അപ്പോൾ സ്വിച്ചിൻ്റെ കണക്ഷൻ എങ്ങനെയെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഇതിൻ്റെ 2 ഫോഗിൻ്റെയും കൂടെ പോസിറ്റീവ് നമ്മൾ എടുത്തിരിക്കുന്ന ഈ വയറും ഞാൻ നേരത്തെ കാണിച്ചിരുന്ന വണ്ടിയുടെ എപ്പോഴും കറണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ആ പോസിറ്റീവിൻ്റെ വയറും കൂടെ എടുത്ത് സ്വിച്ചിൻ്റെ ഓരോ കണക്ഷനിലായിട്ട് കൊടുത്താൽ മതി. സിമ്പിളാണ്. അപ്പോൾ സ്വിച്ചിൽ വരുന്നത് തന്നെ ഒരു മെയിൽ പോർട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഫീമെയിൽ പോർട്ടിലോട്ട് പ്ലഗ് ഇൻ ചെയ്തങ്ങ് വെച്ചാൽ മതി. ഇത് സിമ്പിളാണ്. അപ്പോൾ ഇഗ്നീഷൻ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും കറണ്ട് വന്നുകൊണ്ടിരിക്കുന്ന വയറെന്ന് പറഞ്ഞില്ല. എൻ്റെ കളർ കോഡ് എന്ന് പറയുന്നത് ബ്രൗൺ കളറാണ്. ആ കളറൊന്ന് കാണിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ബ്രൗൺ കളറിലാണ് ആ 2 വയർ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു പോർട്ടിലേക്ക് നമ്മുടെ സ്വിച്ചിൻ്റെ പോസിറ്റീവ് പോർട്ടിനെ ഇറക്കി വെച്ചാൽ മതി. എന്നിട്ട് ആ നെഗറ്റീവ് വരുന്ന അതിൻ്റെ ആ ഒരു പിന്നെ സംഭവം ഒടിഞ്ഞു പോയി. അപ്പോൾ കുഴപ്പമില്ല, നമ്മളത് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ നെഗറ്റീവ് 2 ഫോഗ് ലാമ്പിൻ്റെ നെഗറ്റീവ് കൂടെ ജോയിൻ ചെയ്ത് ആ വയറിലോട്ട് കണക്ട് ചെയ്യുകയാണ്. അത്രയും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഇതിൻ്റെ ആ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ വണ്ടിയുടെ ഇഗ്നിഷൻ ഓൺ ചെയ്തിട്ട് ഫോഗിൻ്റെ സ്വിച്ച് ഓണും ഓഫും ചെയ്യുമ്പോഴത്തേക്ക് ഫോഗ് ലാമ്പ് ഓണും ഓഫും ആവും. അപ്പോൾ സ്വിച്ചിൻ്റെ കണക്ഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കണക്ഷൻ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫോഗിൻ്റെ നെഗറ്റീവും കൂടെ ജോയിൻ ചെയ്തു, പോസിറ്റീവും കൂടെ ജോയിൻ ചെയ്തു. അപ്പോൾ ആ 2 വയറുകൾ നമ്മൾ നമ്പർ പ്ലേറ്റിൻ്റെ അടിയിൽ കൂടി നമ്മുടെ ഹെഡ്ലൈറ്റ് കപ്പിനകത്തെടുത്ത് അതിലേക്കൂടെ എടുത്ത് പുറത്ത് കൊണ്ടുവന്നിട്ട് ഇത് രണ്ടും ഫോഗ് ലാമ്പിൻ്റെ പോസിറ്റീവ്, അതിനെ നമ്മൾ വണ്ടിയുടെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തു. അതേപോലെ തന്നെ വണ്ടിയിൽ നെഗറ്റീവിൻ്റെ കണക്ഷനുണ്ട്. അപ്പോൾ നെഗറ്റീവിൻ്റെ ആ ബ്ലാക്കിൻ്റെ ആ ഒരു പോർട്ടിലേക്ക് നമ്മളതിൻ്റെ 2 ഫോഗിൻ്റെയും നെഗറ്റീവ് നമ്മളതിൽ കണക്ട് ചെയ്തു. എന്നിട്ട് നമ്മുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന സ്വിച്ചിൻ്റെ പോസിറ്റീവ് വയർ നമ്മളിതിലെടുത്ത്, ഇപ്പോൾ പോസിറ്റീവ് ആവണമെന്നില്ല, സ്വിച്ചിൻ്റെ ഏതെങ്കിലും കണക്ഷൻ കൊടുത്താൽ മതി. പക്ഷേ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് ഓണും ഓഫും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. സ്വിച്ചിൻ്റെ പോസിറ്റീവ് നമ്മൾ പോസിറ്റീവിൽ കൊടുത്തു, അതായത് നമ്മളെ വണ്ടിയിൽ എപ്പോഴും കറണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ബ്രൗൺ വയർ. അപ്പോൾ നെഗറ്റീവിൽ കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻ. സിമ്പിളാണ്, ആർക്കും ചെയ്യാം, എപ്പോഴും ചെയ്യാം, എവിടെയും ചെയ്യാം. അപ്പോൾ ഇനി കുടൽമാല കണക്ക് കിടക്കുന്ന വയറെല്ലാം കൂടെ എടുത്ത് ഇതിനകത്ത് ഇട്ട് വയ്ക്കുന്നു, അടയ്ക്കുന്നു, നമ്മൾ വെച്ച് മുറുക്കുന്നു, വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. പരിപാടി. അപ്പം ബായ്. അപ്പോൾ ഫോഗ് ലാമ്പിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓണാക്കി നോക്കാം. നമുക്ക് രാത്രി ഓടിക്കാനുള്ള അത്യാവശ്യം ബ്രൈറ്റും കാര്യങ്ങളൊക്കെ ബൾബിനുണ്ട്. അപ്പോൾ ഇത് ആർക്കും സജസ്റ്റ് ചെയ്യണോ അങ്ങനെയൊന്നുമില്ല. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചിരിക്കാം. കാരണം ഇതിൻ്റെ ഗ്യാരണ്ടി കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? വില എത്ര? 280 രൂപ മാത്രമേ ഇതിന് വില വരുന്നുള്ളൂ. അപ്പം അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. എന്നാലും 280 രൂപയുടെ ആ ഒരു കാര്യങ്ങളും ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്.